ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞുകൊണ്ട് SLP ആയിരുന്നു അല്ലേ? എന്താ SLP എന്ന് വെച്ചാൽ എന്താ? SLPയുടെ ഫുൾ നെയിം അല്ലെങ്കിൽ ഫുൾ ഫോം എന്താ? എന്താടാ SLP എന്താ? സിസ്റ്റമാറ്റിക് ലേഔട്ട് പ്ലാനിങ്. സിസ്റ്റമാറ്റിക് ലേഔട്ട് പ്ലാനിങ് അല്ലേ? അപ്പോൾ അതിന്റെ ബേസിക്സാ പറഞ്ഞുകൊണ്ടുണ്ടായത്. അപ്പൊ നമ്മൾ അതിന്റെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആ ഒരു ആക്ടിവിറ്റി ആ ഒരു ഫ്ലോ ഡയഗ്രാം ഇന്നലെ ഇവിടം വരെയാ പറഞ്ഞല്ലേ? 10 സ്റ്റെപ്പുകൾ, അത് 11 ബ്ലോക്കുകൾ ഉണ്ടാവും, ഇൻപുട്ട് അടക്കം 10 സ്റ്റെപ്പുകളും അടങ്ങുന്ന ഈ ഒരു ഫ്ലോ ഡയഗ്രാം. ഈ ഫ്ലോ ഡയഗ്രത്തെ 3 ഫേസ് ആയിട്ടാണ് നമ്മൾ കാണിച്ചേക്കുന്നത്: അനാലിസിസ് ഫേസ്, സെർച്ച് ഫേസ്, സെലക്ഷൻ ഫേസ് അല്ലേ? ഓക്കെ, അപ്പൊ ഇതിൽ ഫസ്റ്റ് ഫേസിൽ വരുന്നത് അല്ലെങ്കിൽ അനാലിസിസ് ഫേസിൽ വരുന്നത് എന്തൊക്കെയാ? ഒന്ന്, ഞാൻ നിങ്ങൾക്ക് സിസ്റ്റമാറ്റിക് ലേഔട്ട് പ്ലാനിങ് പ്രകാരം എൻ്റെ കമ്പനിയുടെ ഒരു ലേഔട്ട് ഉണ്ടാക്കി തരാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തരുന്ന ഇൻഫോർമേഷൻസ് ആണ് അവിടുത്തെ ഇൻപുട്ട് ഡാറ്റ ആൻഡ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് അല്ലേ? ഒരു മിനിറ്റ്. ഓക്കെ, അപ്പൊ നമ്മള് സിസ്റ്റമാറ്റിക് ലേഔട്ട് പ്ലാനിങ്ങിന്റെ സ്റ്റെപ്സ് ആണ് പറഞ്ഞുകൊണ്ടുണ്ടായത്. എന്തൊക്കെയാ സ്റ്റെപ്പുകൾ ഉണ്ടായിരുന്നത്? ഫസ്റ്റ്, ഇൻപുട്ട് ഡാറ്റ ആൻഡ് ആക്ടിവിറ്റീസ്. നമുക്ക് നമ്മുടെ ലേഔട്ടിനകത്ത് വേണ്ടുന്ന ഡിപ്പാർട്ട്മെന്റുകളെ പറ്റിയും അവരുടെ റിലേഷൻസിനെ പറ്റിയൊക്കെയുള്ള ഇൻഫർമേഷൻസ് ആണ് നമ്മൾ ആദ്യം ഈ ഒരു കമ്പനി തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ആൾ അല്ലെങ്കിൽ ഈ ഒരു ലേഔട്ട് പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് അവർക്ക് കൊടുക്കുന്നത് ഇൻപുട്ട് ഡാറ്റ ആൻഡ് ആക്ടിവിറ്റീസ്. ഓക്കെ, ദെൻ ഈ ഇൻപുട്ട് ഡാറ്റ ആൻഡ് ആക്ടിവിറ്റീസ് വെച്ചിട്ടാണ് നമ്മൾ ബാക്കിയുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? ഫ്ലോ ഓഫ് മെറ്റീരിയൽ. നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ്സ് തമ്മിലാണ് ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് കമ്മ്യൂണിക്കേഷന്റെ ആവശ്യമുള്ളത്. അപ്പൊ എവിടെയൊക്കെയാണ് മെറ്റീരിയൽസ് ഫ്ലോ ഉണ്ടാകുന്നത്? മെറ്റീരിയൽസ് മീൻസ് റോ മെറ്റീരിയലിന്റെ മാത്രമല്ല, ചിലപ്പോൾ ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിൽ ഫയലുകൾ ട്രാൻസ്ഫർ ചെയ്യേണ്ടതുണ്ടാവും. അതേപോലെ ഡിപ്പാർട്ട്മെന്റിലുള്ള ആൾക്കാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യേണ്ടതുണ്ടാവും. അതേപോലെ നമ്മൾ പ്രൊഡക്ഷൻ പ്ലാന്റിലൊക്കെ വരികയാണെങ്കിൽ റോ മെറ്റീരിയൽസിന്റെ ഫ്ലോ ഉണ്ടാവും. അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടിയ ഇൻപുട്ട് ഡാറ്റയിൽ നിന്നും നമ്മൾ ഫ്ലോ ഓഫ് മെറ്റീരിയൽസിനെ പറ്റിയുള്ള അനാലിസിസ് നടത്തും. കാരണം ഇത് ഫസ്റ്റ് ഫേസ് ആണ്. ആദ്യത്തെ 5 സ്റ്റെപ്പുകൾ ഫ്ലോ ഓഫ് മെറ്റീരിയൽസിന്റെ അനാലിസിസ്, അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. ദെൻ ആക്ടിവിറ്റി റിലേഷൻഷിപ്പ്. ആക്ടിവിറ്റി റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ചില ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിൽ സ്ട്രോങ് ബോണ്ട് ആയിരിക്കും അല്ലെങ്കിൽ സ്ട്രോങ് റിലേഷൻ ആയിരിക്കും. ചില ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിൽ ഒരു റിലേഷന്റെ ആവശ്യമില്ലാത്ത, ഒരു ബന്ധവും ഇല്ലാത്ത ഡിപ്പാർട്ട്മെന്റുകളും ഉണ്ടാവും. അപ്പോൾ ഈ ആക്ടിവിറ്റി റിലേഷൻഷിപ്പിനെ പറ്റി നിങ്ങൾക്ക് ഇൻപുട്ട് ഡാറ്റയിൽ ഉണ്ടാവും. ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ്സ് തമ്മിലാണ് കൂടുതൽ ബന്ധപ്പെടേണ്ടുന്നത് അല്ലെങ്കിൽ തീരെ ബന്ധമില്ലാത്തത്, അങ്ങനെയുള്ള ആക്ടിവിറ്റി റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞിട്ടൊരു കാര്യം കൂടി നമ്മൾ അനലൈസ് ചെയ്യും. അപ്പൊ നമ്മുടെ കയ്യിൽ ആക്ടിവിറ്റി റിലേഷൻഷിപ്പ് മനസ്സിലാക്കാൻ ആവശ്യമായ ഇൻഫർമേഷൻസ് ആര് തരണം? ഈ ഇൻപുട്ടിനകത്ത് തരണം. അപ്പൊ അത് പൊതുവെ തരിക ആക്ടിവിറ്റി റിലേഷൻഷിപ്പ് ചാർട്ട് എന്ന് പറഞ്ഞിട്ടൊരു ചാർട്ടാ തരിക. ആക്ടിവിറ്റി റിലേഷൻഷിപ്പ് ചാർട്ട് എന്ന് പറഞ്ഞിട്ടൊരു ചാർട്ട് നിങ്ങൾക്ക് ഇൻപുട്ട് ആയിട്ട് തരും. ആ ചാർട്ട് എന്താന്നുള്ളത് നമുക്ക് അടുത്ത സ്ലൈഡുകളിൽ പഠിക്കാം. അപ്പൊ ഈ ചാർട്ടും വെച്ചിട്ട്
നമ്മളൊരു റിലേഷൻഷിപ്പ് ഡയഗ്രം ക്രിയേറ്റ് ചെയ്യും. റിലേഷൻഷിപ്പ് ഡയഗ്രം, ഈ ഡയഗ്രം എന്താണെന്നുള്ളതും അടുത്ത സ്ലൈഡിൽ നമുക്ക് നോക്കാം. അപ്പം ഈ 3 കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആലോചിക്കുന്നത് സ്പേസ്, അതായത് നമ്മുടെ കയ്യിലുള്ള അവൈലബിൾ സ്പേസും നമ്മളുടെ കമ്പനിക്ക് ആവശ്യമായ സ്പേസും തമ്മിലുള്ള ഒരു കമ്പാരിസൺ. അതായത് പിന്നെ നമുക്ക് ഇൻപുട്ട് ഡാറ്റയിൽ തന്നിട്ടുണ്ട് എത്രയാണ് എൻ്റെ കയ്യിലുള്ള സ്പേസ്, എത്ര സെന്റ് സ്ഥലമുണ്ട്, അല്ലെ എത്ര സ്ക്വയർ ഫീറ്റ് സ്ഥലമാണ് എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ളത് നിങ്ങളുടെ ഇൻപുട്ട് ഡാറ്റയിൽ തന്നിട്ടുണ്ടാവും. അതേപോലെ എനിക്ക് വേണ്ടുന്ന ഡിപ്പാർട്ട്മെന്റുകളുടെ ഡാറ്റാസും ഇതിൽ ഇൻപുട്ടിൽ തന്നിട്ടുണ്ട്. അപ്പൊ ഓരോ ഡിപ്പാർട്ട്മെന്റും ഇത്ര സ്പേസ് വേണം. ഇപ്പൊ പ്രൊഡക്ഷൻ ഏരിയ ആണെങ്കിൽ അവിടെ 10 മെഷീൻസ് വെക്കാനുള്ള സ്പേസ് വേണം. മെഷീൻസ് വെച്ചാൽ മാത്രം പോരാ, അതിനിടയിൽ മൂവ്മെന്റിനുള്ള സ്പേസും ഒക്കെ കൂടി ഇത്ര വേണം. അങ്ങനെയുള്ള റിക്വയർമെന്റും ഉണ്ടാവും അല്ലെ. സോ സ്പേസ് റിക്വയർമെന്റും സ്പേസ് അവൈലബിലിറ്റിയും തമ്മിൽ ഒന്ന് കമ്പയർ ചെയ്തിട്ട് നമ്മൾ പുതിയൊരു ഡയഗ്രം ക്രിയേറ്റ് ചെയ്യും. ദാറ്റ് ഈസ് സ്പേസ് റിലേഷൻഷിപ്പ് ഡയഗ്രം. സ്പേസ് റിലേഷൻഷിപ്പ് ഡയഗ്രം ആക്ച്വലി ഈ 6ാമത്തെ സ്റ്റെപ്പിൽ നമുക്ക് കിട്ടുന്നതാണ് നമ്മുടെ ലേ ഔട്ട് എന്ന് പറയുന്ന സാധനം. ഈ 6ാമത്തെ സ്റ്റെപ്പോട് കൂടി നമുക്ക് കിട്ടുന്നത് ഒരു റഫ് ലേ ഔട്ട് ആണ്. ഓക്കെ, ഇനി ഒരു ലേ ഔട്ട് ഒക്കെ ഡിസൈൻ ചെയ്ത് വെച്ചു. ഇനി അത് നമ്മൾ ഒന്നുകൂടി അതിന്റെ മുകളിൽ പഠിക്കുകയാണ്. ഈ ഇപ്പൊ ക്രിയേറ്റ് ചെയ്ത ലേ ഔട്ട് പ്രകാരം എൻ്റെ സ്ഥലത്ത് ഈ ലേ ഔട്ട് ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ മേ ബി അവിടെ പ്രാക്ടിക്കൽ ലിമിറ്റേഷൻസ് പലതും ഉണ്ടാവാം. പ്രാക്ടിക്കൽ ലിമിറ്റേഷൻസ് പറഞ്ഞാൽ സ്ഥലത്തിന്റെ പ്രശ്നം കൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു ലേ ഔട്ട് അവിടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഭാവിയിൽ ചിലപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഓൾട്രേഷൻ വരുത്താൻ പറ്റാത്ത രീതിയിലുള്ള പ്രശ്നങ്ങൾ, അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാവാം. അപ്പൊ അവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ച 6ാമത്തെ സ്റ്റെപ്പിലേക്ക് ക്രിയേറ്റ് ചെയ്ത് വെച്ച ലേ ഔട്ടിനകത്ത് നമ്മൾ പ്രാക്ടിക്കൽ ലിമിറ്റേഷൻസ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതിനെ പറ്റി ചെക്ക് ചെയ്യാണ്, സെർച്ച് ചെയ്യാണ്. അതാണ് സെർച്ച് ഫേസ്. പ്രാക്ടിക്കൽ ലിമിറ്റേഷൻസ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള സെർച്ചും, അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെ ജസ്റ്റ് ഒന്ന് മോഡിഫൈ ചെയ്യുന്ന കാര്യം കൂടി നമ്മൾ ചെയ്യണം. അതായത് ഇപ്പം നോക്കിയപ്പോഴാണ് മനസ്സിലായത് എൻ്റെ കയ്യിലുള്ള സ്ഥലത്ത് ഞാനിപ്പോ ഡിസൈൻ ചെയ്ത ലേ ഔട്ട് അതേപോലെ ഇംപ്ലിമെന്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ ആ സ്ഥലത്തിന് ചെറിയൊരു പ്രശ്നം, ഒരു ഭാഗം ഭയങ്കര ഈർപ്പമുള്ള സ്ഥലം അല്ലെങ്കിൽ ഒരു ചതുപ്പ് പോലത്തെ സ്ഥലമാണെങ്കിൽ അവിടെ നമുക്ക് വലിയൊരു ലോഡ് വരുന്ന ഡിപ്പാർട്ട്മെന്റുകളൊന്നും വെക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ അവിടെ പ്രാക്ടിക്കൽ ലിമിറ്റേഷൻ ഉണ്ട്. അതേപോലെ ചിലപ്പം വെതർ കണ്ടീഷന്റെ പ്രശ്നം ഉണ്ട്. അതായത് ഭയങ്കര സൺലൈറ്റിന്റെ എക്സ്പോഷർ ഉള്ള സ്ഥലത്താണ് നമ്മൾ സ്റ്റോർ റൂം ഇപ്പോഴത്തെ ലേ ഔട്ട് പ്രകാരം ഉള്ളത്. 6ാമത്തെ സ്റ്റെപ്പോട് കൂടി ഞാൻ ഉണ്ടാക്കിയ ലേ ഔട്ട് വെച്ചിട്ട് എന്റെ സ്ഥലത്ത് ഞാൻ വെക്കുകയാണെങ്കിൽ സൺലൈറ്റിന്റെ എക്സ്പോഷർ നല്ലപോലെ ഉള്ള സ്ഥലത്താണ് എന്റെ സ്റ്റോർ റൂം വരുന്നത്. പക്ഷെ ഈ സ്റ്റോർ റൂമിനകത്ത് നമുക്ക് എന്തെങ്കിലും ഫ്ലമബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ സ്റ്റോർ ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്ന് നമുക്ക് ഇൻപുട്ട് ഡാറ്റയിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ അവിടെ ഈ സൺലൈറ്റിന്റെ എക്സ്പോഷർ കൂടുതലുള്ള സ്ഥലത്ത് ഈ ഫ്ലമബിൾ മെറ്റീരിയൽസ് ഒക്കെ സ്റ്റോർ ചെയ്യുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനെയുള്ള പ്രാക്ടിക്കൽ ലിമിറ്റേഷൻ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, അതിനൊന്ന് മോഡിഫൈ ചെയ്യണം. അങ്ങനെ മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുതിയൊരു ഓൾട്ടർനേറ്റീവ് കിട്ടും. ഈ 6ാമത്തെ സ്റ്റെപ്പിൽ ക്രിയേറ്റ് ചെയ്ത ഈ സ്പേസ് റിലേഷൻഷിപ്പ് ഡയഗ്രാം അല്ലെങ്കിൽ ലേ ഔട്ടിൽ നിന്നും ചെറിയൊരു മോഡിഫിക്കേഷൻ വരുത്താൻ പറ്റും. നമ്മൾ ഇവിടുത്തെ പ്രാക്ടിക്കൽ ലിമിറ്റേഷനും മോഡിഫൈങ് കൺസിഡറേഷൻസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ സെർച്ച് ഫേസ് കഴിയലോടുകൂടി നമുക്ക് പുതിയ ഒരു ഓൾട്ടർനേറ്റീവ് ലേ ഔട്ട് കിട്ടും. ഡെവലപ്പ് ലേ ഔട്ട് ഓൾട്ടർനേറ്റീവ്സ്. അങ്ങനെ ഒരു ലേ ഔട്ട് ഓൾട്ടർനേറ്റീവ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ആ പ്രാക്ടിക്കൽ ലിമിറ്റേഷൻ ഒക്കെ ഓവർകം ചെയ്യുന്ന രീതിയിലുള്ള ഒരു ലേ ഔട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ലാസ്റ്റ് സ്റ്റെപ്പ് സെലക്ഷൻ ഫേസ്, ദാറ്റ് ഈസ് ഇവാലുവേഷൻ. അതിൻ്റെ ഒന്നുകൂടി നമ്മൾ അതിന്റെ പ്രാക്ടിക്കൽ ലിമിറ്റേഷൻസ് ഇനി എന്തെങ്കിലും വരാൻ സാധ്യത ഉണ്ടോ, അല്ല ഇപ്പം ഉണ്ടാക്കിയ ഓൾട്ടർനേറ്റീവ്സ് തന്നെ നമുക്ക് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഒരു 10 വർഷം അല്ലെങ്കിൽ ഒരു 5 വർഷമൊക്കെ കഴിയുമ്പോൾ ചെറിയ എന്തെങ്കിലും ഓൾട്ടറേഷൻസ് ചെയ്യാൻ വേണ്ടി നമുക്ക് സാധിക്കുമോ, മോഡിഫിക്കേഷൻസ് വരുത്താൻ സാധിക്കുമോ എന്നുള്ളതൊക്കെ ആ രീതിയിലുള്ള ഇവാലുവേഷൻ നടത്തിക്കൊണ്ട് നമ്മൾ ഓക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അത് സെലക്ട് ചെയ്യും. അതിനാണ് നമ്മൾ സെലക്ഷൻ ഫേസ് എന്ന് പറയുന്നത്. സോ സെലക്ഷൻ ഫേസ്. അപ്പൊ ഇത്രയും അടങ്ങുന്ന സ്റ്റെപ്സ് ആണ്, സിമ്പിൾ ആണ്. ആദ്യം സ്റ്റാർട്ടിങ് ഫ്രം ഇൻപുട്ട് ഡാറ്റ ആൻഡ് ആക്ടിവിറ്റീസ്, അത് തീരുന്നത് സെലക്ഷൻ ഓഫ് ഗുഡ് ലേ ഔട്ടിലേക്ക് അവസാനിക്കണം. അതിനിടയിൽ കുറെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇൻപുട്ടിൽ നിന്നും മെറ്റീരിയൽ ഫ്ലോയെ പറ്റിയും ആക്ടിവിറ്റി റിലേഷൻഷിപ്പിനെ പറ്റിയും പഠിച്ചതിന് ശേഷം ഒരു റിലേഷൻഷിപ്പ് ഡയഗ്രാം ഉണ്ടാക്കും. അപ്പൊ നമുക്ക് അറിയാത്ത കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. എന്താണ് ആക്ടിവിറ്റി റിലേഷൻഷിപ്പ് കാണിക്കുന്ന ഇൻപുട്ട് എന്താണ്? ഇപ്പൊ ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട് ആക്ടിവിറ്റി റിലേഷൻഷിപ്പ് നമുക്ക് മനസ്സിലാകുന്നത് ആക്ടിവിറ്റി റിലേഷൻഷിപ്പ് ചാർട്ട് എന്ന് പറയുന്ന ഒരു ഡയഗ്രാം നിങ്ങൾക്ക് ഇൻപുട്ട് ആയിട്ട് തരും. അപ്പൊ ഈ ആക്ടിവിറ്റി റിലേഷൻഷിപ്പ് ചാർട്ട് എന്താന്ന് നമുക്ക് അറിയണം. ദെൻ ഈ ആക്ടിവിറ്റി റിലേഷൻഷിപ്പ് ചാർട്ടും ഫ്ലോ ഓഫ് മെറ്റീരിയൽസിനെയും ബേസ് ചെയ്തിട്ട് നമ്മളിവിടെ റിലേഷൻഷിപ്പ് ഡയഗ്രാം വരക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ റിലേഷൻഷിപ്പ് ഡയഗ്രാം എന്താന്ന് നമുക്ക് അറിയണം. അതേപോലെ സ്പേസ് റിക്വയർമെന്റും സ്പേസ് അവൈലബിലിറ്റി നോക്കിയിട്ട് നമ്മളൊരു സ്പേസ് റിലേഷൻഷിപ്പ് ഡയഗ്രാം വരക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്.
അപ്പൊ എന്താണ് ഈ സ്പേസ് റിലേഷൻഷിപ്പ് ഡയഗ്രം എന്നുള്ളത് നമുക്ക് നോക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ അറിയാത്ത കാര്യങ്ങളുള്ളത്. അപ്പൊ നമുക്ക് ഇനി അതിലേക്ക് പോവാം. അപ്പം ഇതെല്ലാം ഈ പറയുന്ന ഓരോ ബ്ലോക്സും എലമെന്റ്സ് ഓഫ് SLP എന്ന് നമ്മൾ പറയും. SLPയുടെ എലമെന്റ്സ് ആണ് ഈ പറയുന്ന റിലേഷൻഷിപ്പ് ഡയഗ്രം എലമെന്റ് ആണ്. ആക്ടിവിറ്റി റിലേഷൻഷിപ്പ് ചാർട്ട് എലമെന്റ് ഓഫ് SLP ആണ്. സ്പേസ് റിലേഷൻഷിപ്പ് ഡയഗ്രം എലമെന്റ് ഓഫ് SLP ആണ്. അപ്പൊ നമ്മൾ ഇനി അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് അതാണ് എലമെന്റ്സ് ഓഫ് SLP ഓർ എലമെന്റ്സ് ഓഫ് സിസ്റ്റമാറ്റിക് ലേഔട്ട് പ്ലാനിങ്. ഫസ്റ്റ് എലമെന്റ് ഈസ് ഡിഗ്രി ഓഫ് ആക്ടിവിറ്റി ഇന്റർ റിലേഷൻഷിപ്പ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് പല ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്നതാണ് ആക്ടിവിറ്റി റിലേഷൻ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ പല ഡിപ്പാർട്ട്മെന്റ്സ് ഒരു കമ്പനിക്കകത്ത് ഉണ്ടായിരിക്കെ അതിനകത്തുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റും ഒരേ റിലേഷനിലായിരിക്കും ഉണ്ടാവുക. ഇപ്പൊ ഓഫീസിനകത്തുള്ളത് മാത്രം നമുക്ക് നോക്കാം. ഓഫീസിനകത്ത് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റും ഉണ്ട്, അതേപോലെ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റും ഉണ്ട്. ഇവർ തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരിക്കും? ഒരു സ്ട്രോങ് ബന്ധമായിരിക്കോ അല്ല അവർ തമ്മിൽ തീരെ ബന്ധപ്പെടേണ്ട ആവശ്യം ഇല്ലാത്തതാണോ? അക്കൗണ്ട്സും പർച്ചേസ് ഡിപ്പാർട്ട്മെന്റും തമ്മിൽ ബന്ധം വേണം, നല്ല സ്ട്രോങ് റിലേഷൻ തന്നെ വേണം. കാരണം പർച്ചേസ് ചെയ്യാൻ ആവശ്യമായ കാര്യങ്ങളും അതിന്റെ ബില്ലിങ്ങും കാര്യങ്ങളൊക്കെ അപ്രൂവ് ചെയ്ത് കിട്ടേണ്ടത് അക്കൗണ്ട്സ് എന്നാണ്. അപ്പൊ അവർ തമ്മിൽ എപ്പോഴും കണ്ടിന്യൂസ് കമ്മ്യൂണിക്കേഷൻ ആവശ്യമുണ്ട്. ഇനി നേരെ മറിച്ച് ഈ പറയുന്ന അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റും അതുപോലെ തന്നെ നമ്മളെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റും തമ്മിൽ ഈ പറയുന്ന നേരത്തെ പറഞ്ഞ രണ്ട് ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിലുള്ള അതേ ബന്ധം തന്നെ അവിടെ ആവശ്യമുണ്ടോ? പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റും അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഏരിയയും അക്കൗണ്ട്സും തമ്മിൽ കണ്ടിന്യൂസ് സ്ട്രോങ് ബോണ്ടിന്റെ ആവശ്യമുണ്ടോ? നേരത്തെ ആവശ്യമില്ല അല്ലെ? കുറച്ച് ഒരു അൺഇമ്പോർട്ടന്റ് റിലേഷൻ ആണ്. ഇനി വേറൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. അസംബ്ലിംഗ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും. ഇപ്പൊ നമ്മൾ പാർട്ട് എല്ലാം ഉണ്ടാക്കുന്ന പ്രൊഡക്ഷൻ ഏരിയയിൽ പാർട്ട് ബൈ പാർട്ട് എലമെന്റ് ഒക്കെ ഉണ്ടാക്കി അതിനെ അസംബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അസംബ്ലി ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും. ഈ അസംബ്ലി ഡിപ്പാർട്ട്മെന്റും ഈ പറയുന്ന അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റും തമ്മിൽ നേരത്തെ പറഞ്ഞ ബന്ധം പോലെയാണോ ഉണ്ടാവുക? അതിനേക്കാളും കുറവായിരിക്കും. അസംബ്ലിങ്ങും അക്കൗണ്ട്സും തമ്മിൽ കാര്യമായ ബന്ധങ്ങളൊന്നും വരുന്നില്ല. നേരെ മറിച്ച് ഈ പറയുന്ന അക്കൗണ്ട്സ് ബില്ലിങ്, അക്കൗണ്ട്സ് പർച്ചേസിങ് ഇവരൊക്കെ തമ്മിൽ സ്ട്രോങ് ആയിരിക്കും. അപ്പോൾ പല രീതിയിലുള്ള റിലേഷൻഷിപ്പാണ് ഉള്ളത്. റിലേഷൻഷിപ്പിന്റെ ആ ഒരു തോത് എന്ന് പറയുന്നത്, ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഓരോ ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഡിഫറെന്റ് ആണ്. അപ്പൊ ആ ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. ഇൻ ഓർഡർ ടു ഐഡന്റിഫൈ വിച്ച് ആക്ടിവിറ്റി ഷുഡ് ബി ലൊക്കേറ്റഡ് വേർ എ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിഗ്രി ഓഫ് ക്ലോസസ് ഹാസ് ബീൻ എസ്റ്റാബ്ലിഷ്ഡ് along with code to identify each. അതായത് ഓരോ ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിൽ നമ്മളിപ്പം പറഞ്ഞു അക്കൗണ്ട്സും പിന്നെ ബില്ലിംഗ് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റും തമ്മിൽ സ്ട്രോങ് ആണ്, അല്ലെങ്കിൽ കുറച്ച് സ്ട്രോങ് ആണ്, അല്ലെങ്കിൽ വളരെ വീക്ക് ആണ്, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഇനി നമ്മൾ അതിനെ ആ സ്ട്രോങ് ആണ് അല്ലെ വീക്ക് ആണ് എന്ന് പറയുന്നതിന് പകരം ഓരോ കോഡിംഗ് ആ പറയാം. അതായത് അക്കൗണ്ട്സും ബില്ലിങ്ങും തമ്മിൽ റിലേഷൻ എ ആണ്, അല്ലെങ്കിൽ അക്കൗണ്ട്സും പർച്ചേസും തമ്മിൽ റിലേഷൻ ഇ ആണ്, അതും അല്ലെങ്കിൽ അക്കൗണ്ട്സും ബില്ലിങ്ങും തമ്മിൽ റിലേഷൻ ഐ ആണ്, അല്ലെങ്കിൽ ഒ ആണ്, ഓർ യു ഓർ എക്സ്. ഇതൊരു റിലേഷൻഷിപ്പ് കോഡിംഗ് ആണ്, കോഡിംഗ് സിസ്റ്റം ആണ്. നമ്മൾ സ്ട്രോങ് വീക്ക് എന്നൊക്കെ പറയുന്നതിന് പകരം ഇനി പറയുമ്പോൾ രണ്ട് ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിലുള്ള റിലേഷനെ പറ്റി പറയുമ്പോൾ അവിടെയൊക്കെ സൂചിപ്പിക്കാൻ പോകുന്നത് ഈ ലെറ്റേഴ്സ് ആണ്. എ, ഇ, ഐ, ഒ, യു, എക്സ്, വോവൽസ് പ്ലസ് എക്സ്. അപ്പൊ എ എന്ന് വെച്ചാല് ഇവിടെ ഉണ്ട് എന്താ? അബ്സല്യൂട്ട് നെസസറി റിലേഷൻ. ഓക്കെ, എ എന്ന് പറഞ്ഞപ്പം ഡിപ്പാർട്ട്മെന്റ് എ, ഞാൻ രണ്ട് ഡിപ്പാർട്ട്മെന്റ് എടുക്കുകയാണ്, എക്സ് ആൻഡ് വൈ. ഞാൻ പറയുന്നു ഡിപ്പാർട്ട്മെന്റ് എക്സും വൈയും തമ്മിലുള്ള റിലേഷൻ ദാറ്റ് ഈസ് എ. അങ്ങനെ വെച്ചാല് എന്താ അതിന്റെ മീനിങ്? എന്താ? ഡിപ്പാർട്ട്മെന്റ് എക്സ് ആൻഡ് വൈ അബ്സല്യൂട്ട് നെസസറി. റിലേഷൻ എ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബ്സല്യൂട്ട് നെസസറി ആണ്, അതായത് മസ്റ്റ് ആണ്. അവർ തമ്മിലുള്ള റിലേഷൻ എപ്പോഴും അത്യാവശ്യമുള്ള ഏറ്റവും സ്ട്രോങ് റിലേഷൻ ആണ്. നേരെ മറിച്ച് ഞാൻ പറയുന്നു എക്സ് ആൻഡ് വൈ തമ്മിലുള്ള റിലേഷൻ ഇ ആണെന്ന് പറഞ്ഞാൽ എസ്പെഷ്യലി ഇമ്പോർട്ടന്റ്. നേരത്തെ പോലെയല്ല, എന്നാലും ഇമ്പോർട്ടന്റ് ആണ്. ദെൻ ഐ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഇമ്പോർട്ടന്റ്, ഓ അൺഇമ്പോർട്ടന്റ്, എക്സ് മീൻസ് അൺഡിസൈറബിൾ. അപ്പം ഈ കോഡിങ് അറിഞ്ഞിരിക്കണം. ഈ കോഡിങ് വെച്ചിട്ടാണ് ഇനി നമ്മൾ ആക്ടിവിറ്റി റിലേഷൻഷിപ്പ് ഡയഗ്രം എന്ന് പറയുന്ന സാധനം പറയാം. നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, രണ്ടാമത്തെ സ്റ്റെപ്പിൽ പറഞ്ഞിട്ടുണ്ട്
ആക്ടിവിറ്റി റിലേഷൻഷിപ്പ് ഡയഗ്രാം അല്ലെ ആക്ടിവിറ്റി റിലേഷൻഷിപ്പ് ചാർട്ട്. ആ ചാർട്ടിനകത്ത് രണ്ട് ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിലുള്ള ബന്ധം കാണിക്കാൻ വേണ്ടി ഇനി ഈ പറയുന്ന ലെറ്റേഴ്സ് ആണ് ഉപയോഗിക്കുക. അപ്പൊ നമുക്ക് ആ ഡിപ്പാർട്ട്മെന്റിന്റെ ബന്ധം എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാകണമെങ്കിൽ ഈ എ എന്താണ്, ഇ എന്താണ്, ഐ എന്താണ്, ഒ എന്താണ്, യു ആൻഡ് എക്സ് ഇതെന്താണ് അറിഞ്ഞിരിക്കണം. എ മീൻസ് A for absolute necessary, E for especially important, I for important, O for ordinary, U for unimportant, X means undesirable. Sometimes ഈ ആക്ടിവിറ്റി റിലേഷൻഷിപ്പ് ചാർട്ടിൽ ഈ ലെറ്റേഴ്സ് കൊടുക്കുന്നതിന് പകരം കളർ കോഡ് കൊടുക്കാറുണ്ട്. കളർ കോഡ്. അപ്പം എ ആ കളർ കോഡാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. എ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അബ്സല്യൂട്ട് നെസസറി. അതിന്റെ കളർ കോഡ് പറയുന്നത് റെഡ്. അതായത് ഞാൻ ഇങ്ങനെ കാണിക്കുന്നു, ഡിപ്പാർട്ട്മെന്റ് എക്സ്, ഡിപ്പാർട്ട്മെന്റ് വൈ. ഇവർ തമ്മിലുള്ള റിലേഷൻ കാണിക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു റെഡ് കളർ ലൈൻ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? എക്സ് ആൻഡ് വൈ തമ്മിൽ എന്താ ബന്ധം? അബ്സല്യൂട്ട് നെസസറി റിലേഷൻ ആണ്. ഇനി ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാല് എക്സും വൈയും തമ്മിൽ റിലേഷൻ കാണിക്കാൻ ഒരു ഓറഞ്ച് കളർ ലൈനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിന്റെ അർത്ഥം that is ഈ റിലേഷൻ എസ്പെഷ്യലി ഇമ്പോർട്ടന്റ്. ദെൻ ഇവർ തമ്മിലുള്ള റിലേഷൻ കാണിക്കാൻ വേണ്ടി ഗ്രീൻ കളറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ദാറ്റ് ഈസ് ഇമ്പോർട്ടന്റ്. ബ്ലൂ ആണെങ്കിൽ ഓർഡിനറി. കളറൊന്നും കാണിക്കാതെ വൈറ്റ് ലൈൻ ആണെങ്കിൽ അതിന്റെ അർത്ഥം യു അൺഇമ്പോർട്ടന്റ്. ബ്രൗൺ കളർ ആണെങ്കിൽ അൺഡിസൈറബിൾ. അപ്പൊ കളർ കോഡും ഉണ്ട്, അതുപോലെ തന്നെ ലെറ്റർ കോഡിങ്ങും ഉണ്ട്. അപ്പൊ ലെറ്റർ കോഡിംഗ് ആണ് മോസ്റ്റ് ഓഫ് ദി കേസ് നമ്മൾ യൂസ് ചെയ്യുക. എന്നാലും ഈ കളർ കോഡും കൂടി അറിഞ്ഞിരിക്കണം. എയുടെ കളർ റെഡ്, ഓറഞ്ച് ഫോർ ഇ, ഗ്രീൻ ഫോർ ഐ, ബ്ലൂ ഫോർ ഒ. ദെൻ കളർ ഒന്നും ഇല്ലാത്ത കണ്ടീഷൻ ദാറ്റ് ഈസ് യു. ദെൻ ബ്രൗൺ ഈസ് അൺഡിസൈറബിൾ. ഓക്കെ. അപ്പം ഇനി ഇത് വെച്ചിട്ടുള്ള റിലേഷൻഷിപ്പ് ചാർട്ട് നമ്മൾ രണ്ടാമത്തെ ബ്ലോക്ക് ആയിട്ട് പറഞ്ഞാണ് ആക്ടിവിറ്റി റിലേഷൻഷിപ്പ് ചാർട്ട്. ഇതൊരു ക്രോസ് സെക്ഷണൽ ബാർ ചാർട്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഇതിൽ നോക്കിയാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഓരോ ഡിപ്പാർട്ട്മെന്റുകളും, ഇത് ഏതോ ഒരു കമ്പനിയുടെ ഏതോ ഒരു ലേ ഔട്ടിൽ വരുന്ന കുറച്ച് ഡിപ്പാർട്ട്മെന്റുകളും അവരുടെ റിലേഷനും കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡയഗ്രാം. ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി കാണിച്ചു തന്നേ ഉള്ളൂ. എക്സാമിന് ഫസ്റ്റ് യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചിട്ടുണ്ട് ഡിഫൈൻ ആക്ടിവിറ്റി റിലേഷൻഷിപ്പ് ചാർട്ട്. എന്താണ് ആക്ടിവിറ്റി റിലേഷൻഷിപ്പ് ചാർട്ട് എന്നുള്ളത്? അപ്പൊ നമുക്ക് ഇതിന്റെ അകത്ത് പേരിൽ തന്നെ ഉണ്ട്. ആക്ടിവിറ്റി മീൻസ് ഡിപ്പാർട്ട്മെന്റുകളുടെ ആക്ടിവിറ്റി. ഓരോ ഡിപ്പാർട്ട്മെന്റിനെയാണ് ഇവിടെ ആക്ടിവിറ്റി എന്നുള്ളതിനെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. റിലേഷൻഷിപ്പ്, ഓരോ ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണിക്കുന്ന ചാർട്ടിനെയാണ് ആക്ടിവിറ്റി റിലേഷൻഷിപ്പ് ചാർട്ട് എന്ന് പറയാം. അപ്പൊ ഇത് ഏതൊരു കമ്പനിയുടെ കുറെ ഡിപ്പാർട്ട്മെന്റുകൾ ഇവിടെ തന്നിട്ടുണ്ട്. അസംബ്ലിംഗ് ഡിപ്പാർട്ട്മെന്റ്, ഓഫീസ് ഡിപ്പാർട്ട്മെന്റ്, സ്റ്റോക്ക് റൂം, ഷിപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ്, ബ്രേക്ക് റൂം, ദെൻ ടൂൾ റൂം. ഇനി ഇവർ തമ്മിലുള്ള റിലേഷൻ, ഓരോ ഡിപ്പാർട്ട്മെന്റും തമ്മിലുള്ള റിലേഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചാർട്ട് ഉള്ളത്. എങ്ങനെയാ റിലേഷൻ കിട്ടുക? അസംബ്ലി ഡിപ്പാർട്ട്മെന്റും ഓഫീസ് ഡിപ്പാർട്ട്മെന്റും നമുക്ക് നോക്കാം. ഈ ഫസ്റ്റും സെക്കൻഡും ഉള്ള ഡിപ്പാർട്ട്മെന്റ് തമ്മിലുള്ള റിലേഷൻ. അസംബ്ലി ഡിപ്പാർട്ട്മെന്റും ഓഫീസ് ഡിപ്പാർട്ട്മെന്റിനും കോമൺ ആയിട്ട് വരുന്ന സെൽ ഏതാ? ഈ സെൽ അല്ലേ? അല്ലേ? അല്ലേടാ? ആണോ? എന്താ റിലേഷൻ അവിടെ കൊടുത്തിട്ടുള്ളത്? ലെറ്റർ കൊടുത്തിട്ടുണ്ട്. ഏതാ ലെറ്റർ? ഓർഡിനറി. ഓർഡിനറി റിലേഷൻ ആണ്. അസംബ്ലി ഡിപ്പാർട്ട്മെന്റും ഓഫീസ് ഡിപ്പാർട്ട്മെന്റും തമ്മിൽ ഈ പറയുന്ന കമ്പനിയുടെ ഓർഡിനറി റിലേഷൻ ആണ്. ഇനി ഫസ്റ്റിലത്തെ അസംബ്ലി ഡിപ്പാർട്ട്മെന്റും സ്റ്റോക്ക് റൂമും തമ്മിലുള്ള ബന്ധം നമുക്ക് നോക്കാം. അസംബ്ലി ഡിപ്പാർട്ട്മെന്റിന്റെയും സ്റ്റോക്ക് റൂമിന്റെയും കോമൺ ആയിട്ട് വരുന്ന സെൽ ഏതാ? അസംബ്ലി ഡിപ്പാർട്ട്മെന്റിൽ നിന്നും സ്റ്റോക്ക് റൂമിന്റെയും കോമൺ ആയിട്ട് വരുന്ന സെൽ എന്ന് പറയുന്നത് ഈ സെൽ അല്ലേ? അല്ലേ? ആണോ? That is absolute necessary relation. ഇനി അസംബ്ലി ഡിപ്പാർട്ട്മെന്റും ഷിപ്പിംഗ് ഡിപ്പാർട്ട്മെന്റും തമ്മിലുള്ള ബന്ധം നോക്കാം നമുക്ക്. അസംബ്ലി ഡിപ്പാർട്ട്മെന്റ് ഇങ്ങനെ ഇവിടെയും ഷിപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിൻ്റെതും കോമൺ ആയിട്ട് വരുന്നത് ഈ സെൽ, ദാറ്റ് ഈസ് ഐ, ഇമ്പോർട്ടന്റ് അല്ലേ? റൂമും തമ്മിൽ ദാറ്റ് ഈസ് ഈ റിലേഷൻ എസ്പെഷ്യലി ഇമ്പോർട്ടന്റ് അല്ലേ? ദെൻ അസംബ്ലി ഡിപ്പാർട്ട്മെന്റും ടൂൾ റൂമും തമ്മിലുള്ള റിലേഷൻ ദാറ്റ് ഈസ് എ, അബ്സല്യൂട്ട് നെസസറി. ഇനി അതേപോലെ നമുക്ക് ഇതിനകത്ത് ഇഷ്ടമുള്ള ഏതെങ്കിലും രണ്ട് ഡിപ്പാർട്ട്മെന്റ് എടുത്തിട്ട് അവർ തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാണെന്ന് നോക്കാൻ വേണ്ടി എളുപ്പത്തിൽ പറ്റും. അപ്പൊ ആ ചാർട്ടിനെയാണ് നമ്മൾ
ആക്ടിവിറ്റി റിലേഷൻഷിപ്പ് ചാർട്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും 2 ഡിപ്പാർട്ട്മെന്റ് നോക്കിക്കോ. നമുക്ക് ഓഫീസും ടൂൾ റൂമും തമ്മിലുള്ള റിലേഷൻ നോക്കാം. ഓഫീസും ടൂൾ റൂമും. ഇതിന് രണ്ടിനും കോമൺ ആയിട്ട് വരുന്ന സെൽ ഏതായിരിക്കും? ഓഫീസ്, ടൂൾ റൂം. ഇതല്ലേ? അല്ലേ? അല്ലടാ, ദാറ്റ് ഈസ് അൺഇമ്പോർട്ടന്റ് റിലേഷൻ. വലിയ റിലേഷൻ ഒന്നുമില്ല, കാര്യമൊന്നുമില്ല. ഓഫീസും ടൂൾ റൂമും തമ്മിൽ കാര്യമായ റിലേഷൻ വരുന്നില്ല. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേറെ ഏതെങ്കിലും നോക്കിയോ. സ്റ്റോക്ക് റൂമും ടൂൾ റൂമും നമുക്ക് നോക്കാം. സ്റ്റോക്ക് റൂമും ടൂൾ റൂമും. സ്റ്റോക്ക് റൂമിന്റെ സെല്ലും ടൂൾ റൂമിന്റെ സെല്ലും കോമൺ ആയിട്ട് വരുന്നത് ഇതാ ഇവിടെയാണ്. ദാറ്റ് ഈസ് ഓർഡിനറി റിലേഷൻ. അപ്പൊ ഇതേപോലെ ഒരു കമ്പനിക്കകത്തുള്ള ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടോ ആ ഡിപ്പാർട്ട്മെന്റുകളൊക്കെ തമ്മിലുള്ള ബന്ധം കാണിക്കുന്ന ഒരു ക്രോസ് സെക്ഷൻ ചാർട്ടിനെയാണ് നമ്മൾ പറയാ ആക്ടിവിറ്റി റിലേഷൻഷിപ്പ് ചാർട്ട്. ക്ലിയർ ആണോ? ഇനി ചില ആക്ടിവിറ്റി റിലേഷൻഷിപ്പ് ചാർട്ട്, ചില കമ്പനിയുടെ ആക്ടിവിറ്റി റിലേഷൻഷിപ്പ് ചാർട്ട് നോക്കിയാൽ ഇതേപോലെ തന്നെ ഡയഗ്രം ഒക്കെ ഉണ്ടാവും. പക്ഷെ ഇവിടെ AEIOU എന്നൊക്കെ എഴുതുന്നതിന് പകരം ഈ സെല്ലിനകത്ത് റെഡ് കളറ്, ഇവിടെ ഗ്രീൻ കളർ വെച്ചിട്ടും ചെയ്യും. ഇവിടെ ഗ്രീൻ കളറ്, ഇവിടെ ഓറഞ്ച് കളറ്, ഇവിടെ വൈറ്റ് കളറൊന്നുമില്ല, ഇവിടെ ബ്രൗൺ കളറ്. ഇങ്ങനെയാണെങ്കിലും നമുക്ക് റിലേഷൻ പറയാൻ പറ്റൂലേ? കറസ്പോണ്ടിങ് കളർ കോഡ് നമുക്കറിയാലോ. എയുടെ കളർ റെഡ്, ഇയുടേത് ഓറഞ്ച്, ഐയുടേത് ഗ്രീന്, ഓയുടേത് ബ്ലൂ. ദെൻ കളറൊന്നും ഇല്ലെങ്കിൽ അൺഇമ്പോർട്ടന്റ്, ബ്രൗൺ ആണെങ്കിൽ അൺഡിസൈറബിൾ. ഈ കളർ കോഡ് വെച്ചിട്ടും സംടൈംസ് ആക്ടിവിറ്റി റിലേഷൻഷിപ്പ് ചാർട്ട് ഉണ്ടാവാറുണ്ട്. ഇത് വേറൊരു കമ്പനിയുടെ ആക്ടിവിറ്റി റിലേഷൻഷിപ്പ് ചാർട്ടാണ്. ഇവിടെ ഒരു നമ്പറിംഗ് സിസ്റ്റവും കൂടി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അത് നോക്കണമെന്നില്ല. ഈ നമ്പറിംഗ് എന്താണ് ഈ ബന്ധം എന്നുള്ളത് കാണിച്ചാണ്. പോട്ടെ, അത് അവിടെ നിൽക്കട്ടെ. ഇവിടെ 10ഓളം ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ഫോർമാൻ റൂം ഉണ്ട്, കോൺഫറൻസ് റൂം, പാർസൽ പോസ്റ്റ് റൂം, പാർട്ട് ഷിപ്മെന്റ് ഏരിയ, റിപ്പയർ ആൻഡ് സർവീസ് ഏരിയ, റിസീവിംഗ് ഏരിയ, ടെസ്റ്റിംഗ് ഡിപ്പാർട്ട്മെന്റ്, ദെൻ സ്റ്റോർ റൂം, ജനറൽ സ്റ്റോറേജ്. ഈ ഓരോ ഡിപ്പാർട്ട്മെന്റുകളും തമ്മിലുള്ള റിലേഷൻ കാണിക്കുന്ന ഡയഗ്രാണ് ഇവിടെ ഉള്ളത്. ഇപ്പോൾ ഓഫീസും ഫോർമാൻ തമ്മിലുള്ളത് റിലേഷൻ ആണ്, ദാറ്റ് ഈസ് ഓർഡിനറി റിലേഷൻ. ദെൻ പാർസൽ പോസ്റ്റും കോൺഫറൻസ് റൂമും തമ്മിൽ റിലേഷൻ ആണ്, അൺഇമ്പോർട്ടന്റ്. ഇങ്ങനെ കോഡിങ് വെച്ചിട്ട് നമ്മുടെ ലെറ്റർ കോഡിങ് വെച്ചിട്ട് കാണിക്കുന്ന ഈ റിലേഷൻഷിപ്പിനെയാണ് ആക്ടിവിറ്റി റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. സോ നമ്മളുടെ ഈ ബ്ലോക്ക് ഡയഗ്രത്തിനകത്ത് നമുക്ക് ഇൻപുട്ട് ആയിട്ട് തരുന്നതാണ് ആക്ടിവിറ്റി റിലേഷൻഷിപ്പ് ചാർട്ടൊക്കെ. അപ്പൊ ഇതിനകത്ത് ഇൻപുട്ട് ആയിട്ട് തന്ന ആക്ടിവിറ്റി റിലേഷൻഷിപ്പ് ചാർട്ടും മെറ്റീരിയലിന്റെ ഫ്ലോയും മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ മൂന്നാമതായിട്ട് വരയ്ക്കുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു, ദാറ്റ് ഈസ് റിലേഷൻഷിപ്പ് ഡയഗ്രം. അല്ലെ? റിലേഷൻഷിപ്പ് ഡയഗ്രം. അപ്പൊ എന്താണ് ഇനി റിലേഷൻഷിപ്പ് ഡയഗ്രം എന്നുള്ളത് നമുക്ക് നോക്കണം. നമ്മൾ ആക്ടിവിറ്റി റിലേഷൻഷിപ്പ് ചാർട്ടിനെ പറഞ്ഞു, ഇനി ആക്ടിവിറ്റി റിലേഷൻഷിപ്പ് ഡയഗ്രം. ഇനി ഈ പറയുന്ന റിലേഷൻഷിപ്പ് ഒക്കെ മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ റഫായിട്ട് ഒരു ആക്ടിവിറ്റി റിലേഷൻഷിപ്പ് ഡയഗ്രം വരികയാണ്. അപ്പൊ ഈ ആക്ടിവിറ്റി എന്നുള്ളത് ഇവിടുത്തെ വേർഡ് മീനിങ് ഡിപ്പാർട്ട്മെന്റ് ആണ്. നമ്മളിപ്പം ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ചാർട്ടിനെയാണല്ലോ ആക്ടിവിറ്റി റിലേഷൻഷിപ്പ് ചാർട്ട് എന്ന് പറഞ്ഞത്. അതേപോലെ ആക്ടിവിറ്റി റിലേഷൻഷിപ്പ് ഡയഗ്രം എന്ന് പറയുമ്പോൾ നിങ്ങൾ ആക്ടിവിറ്റി എന്നുള്ളതിനെ കൊണ്ട് മനസ്സിലാക്കേണ്ടത് ഓരോ ഡിപ്പാർട്ട്മെന്റുകളെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആക്ടിവിറ്റി റിലേഷൻഷിപ്പ് ഡയഗ്രത്തിനകത്ത് ഓരോ ആക്ടിവിറ്റിയെയും അല്ലെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെന്റിനെയും റെപ്രസെന്റഡ് ബൈ ആൻ ഈക്വൽ സൈസ്ഡ് സ്ക്വയർ. അപ്പൊ നമ്മൾ ഈ അടുത്ത് പറയാൻ പോകുന്ന ആക്ടിവിറ്റി റിലേഷൻഷിപ്പ് ഡയഗ്രത്തിനകത്ത് ഓരോ ഡിപ്പാർട്ട്മെന്റിനെയും നമ്മൾ എങ്ങനെയാ കാണിക്കുക? ഒരു സ്ക്വയർ ആയിട്ട്, ഈക്വൽ സൈസ്. 10 ഡിപ്പാർട്ട്മെന്റ് ഉണ്ടെങ്കിൽ 10 സെയിം സൈസിലുള്ള സ്ക്വയർ ആയിട്ടാണ് നമ്മൾ ഇനി കാണിക്കുക. ഓക്കെ, ഇപ്പൊ നമ്മള് ഒരു എക്സാമ്പിൾ ഇവിടുത്തെ തന്നെ നോക്കാം. ഇവിടെ ഇപ്പൊ എത്ര ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്? 1 2 3 4 5 6 ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അപ്പൊ ഈ ഒരു കമ്പനിയുടെ ആക്ടിവിറ്റി റിലേഷൻഷിപ്പ് ഡയഗ്രം വരയ്ക്കുമ്പോൾ 6 ഈക്വൽ സൈസ്ഡ് സ്ക്വയേഴ്സ് ആയിരിക്കും ആ ഡയഗ്രത്തിനകത്ത് ഉണ്ടാവുക. ദെൻ ദ സ്ക്വയേഴ്സ് ആർ കണക്റ്റഡ് ബൈ നമ്പർ ഓഫ് ലൈൻസ് ടു ദി ക്ലോസ്നെസ് റേറ്റിംഗ്. അപ്പൊ നമുക്ക് ഈ റിലേഷൻഷിപ്പ് ഡയഗ്രത്തിനകത്ത് നിന്ന് ഓരോ ഡിപ്പാർട്ട്മെന്റും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണെന്ന് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് അബ്സല്യൂട്ട് റിലേഷൻ, ഏതൊക്കെയാണ് ഓർഡിനറി റിലേഷൻ, അങ്ങനെ തുടങ്ങിയ ഓരോ റിലേഷനും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോ 6 സ്ക്വയർ വരച്ചു കഴിഞ്ഞാൽ ആ സ്ക്വയർ തമ്മിൽ കണക്ട് ചെയ്യുന്ന ലൈൻസ് എന്ന് പറയുന്നത് അവരുടെ റിലേഷൻ അനുസരിച്ചായിരിക്കും.
Then the squares are shifted around until the proper relationship between activities is obtained. Figure shows the relationship diagram. ഇത് ഇവിടെ ഇപ്പൊ 10 ഡിപ്പാർട്ട്മെന്റുകളുള്ള നമ്മളിപ്പോ തൊട്ട് മുമ്പിൽ കണ്ട ഈ ഒരു ആക്ടിവിറ്റി റിലേഷൻഷിപ്പ് ചാർട്ട് ഉണ്ട്. ഇവിടെ 10 ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അപ്പൊ ഇത് ചാർട്ടാണ്. ഇതിന്റെ ഡയഗ്രാം വരയ്ക്കുമ്പോൾ 10 സ്ക്വയേഴ്സ് വേണം, ഈക്വൽ സൈസ്ഡ് സ്ക്വയേഴ്സ്. ഇതാ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ 10 സ്ക്വയേഴ്സ് ഉണ്ട് അല്ലെ. ഈ 10 സ്ക്വയേഴ്സും തമ്മിൽ 1ഉം 3ഉം തമ്മിൽ ഇവിടെ നോക്കി, ഇവിടെ കണക്ട് ചെയ്ത ലൈൻസിന്റെ ഒരു മെത്തേഡ് നോക്കി. 2 സ്ട്രോങ് ലൈനും അല്ലെങ്കിൽ ബോൾഡ് ലൈനും 2 ഡോട്ടഡ് ലൈനും ഉണ്ട്. നേരെ മറിച്ച് 3ഉം 2ഉം തമ്മിൽ കണക്ട് ചെയ്യുന്ന ലൈൻ എന്ന് പറയുന്നത് ഒരു ബോൾഡ് ലൈൻ മാത്രം. 1ഉം 2ഉം തമ്മിൽ കണക്ട് ചെയ്യുന്നത് ഒരു നാരോ ലൈൻ വെച്ചിട്ടാണ്. അതേ ലൈൻ വെച്ചിട്ടാണ് 1ഉം 4ഉം തമ്മിൽ കണക്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഓരോ ബ്ലോക്കും തമ്മിൽ കണക്ട് ചെയ്തേക്കുന്ന ലൈൻസിന്റെ ഒരു പാറ്റേണിന് മാറ്റമുണ്ട്. ആക്ച്വലി ആ മാറ്റം എന്ന് പറയുന്നത് എന്തിനെ സൂചിപ്പിക്കുന്നതാ? എന്തുകൊണ്ടാണ് ഓരോ ബ്ലോക്കും തമ്മിലുള്ള ഈ ഒരു കണക്ഷൻ കാണിക്കുന്ന ലൈൻസിൽ മാറ്റം വന്നത് എന്നാ ഞാൻ ചോദിച്ചത്. റിലേഷൻഷിപ്പ് ഇവിടെ നിങ്ങൾ നോക്കിയേ, 1ഉം 3ഉം തമ്മിൽ റിലേഷൻ ഇ ആണെന്ന് ഇവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഇ എന്ന് പറഞ്ഞാല് എസ്പെഷ്യലി ഇമ്പോർട്ടന്റ്. അപ്പൊ ഇ ആണെങ്കിൽ അതിനെ കണക്ട് ചെയ്യുന്ന ലൈൻസിന്റെ പാറ്റേൺ ആണിത്. ഓർഡിനറി റിലേഷൻ ആണെങ്കിൽ അതിനുള്ള പാറ്റേൺ ആണ് ഒരു നാരോ ലൈൻ. എല്ലാ ഓർഡിനറി റിലേഷൻ അടിക്കും ഓരോ നാരോ ലൈൻ നിങ്ങൾക്ക് കാണാം. ഓ കാണിച്ചെടുക്കേക്ക് എ എന്നുള്ളടക്ക് പാറ്റേൺ മാറി, അല്ലെ. ദെൻ ഇതല്ല, ഇത് ഇയുടെ ആണ്. ഞാനിപ്പോ വരച്ചത് അവിടെ തെറ്റാണ്. ദിസ് ഈസ് എ. ഓക്കെ. അതേപോലെ നമ്മളുടെ ഓരോ റിലേഷൻ അനുസരിച്ചിട്ടുള്ള ആ ഒരു കണക്ഷൻ ലൈനിൽ മാറ്റമുണ്ട്. അപ്പൊ ഇതെന്താ ചെയ്തിട്ടുള്ളത്? നമ്മൾ ആ റിലേഷൻഷിപ്പ് ചാർട്ടിന് മനസ്സിലാക്കി വെച്ചു ഏതൊക്കെയാണ് തമ്മിലാണ് എപ്പോഴും കോണ്ടാക്ട് വേണ്ടത്, ആരൊക്കെ തമ്മിലാണ് അബ്സല്യൂട്ട് നെസസറി വേണ്ടത്, ആരൊക്കെ തമ്മിലാണ് ഓർഡിനറി റിലേഷൻ വേണ്ടത്. അതിനനുസരിച്ച് ഓരോ ഡിപ്പാർട്ട്മെന്റിനെയും നമ്മൾ എന്ത് ചെയ്തു? റഫായിട്ട് ഒരു പ്ലേസ്മെന്റ് നടത്തി. ആ പ്ലേസ്മെന്റിനെയാണ് ആക്ടിവിറ്റി റിലേഷൻഷിപ്പ് ഡയഗ്രാം എന്ന് പറയുന്നത്. സോ ഇൻ ആക്ടിവിറ്റി റിലേഷൻഷിപ്പ് ഡയഗ്രാം, ഈച്ച് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഡിപ്പാർട്ട്മെന്റ്, ഈച്ച് ഡിപ്പാർട്ട്മെന്റ് ഈസ് റെപ്രസെന്റഡ് ബൈ an equal sized squares. Then the squares are connected by number of lines to the closeness rating. ആ ക്ലോസ്നെസ് റിലേഷന് അനുസരിച്ചിട്ട് അതിന്റെ കണക്ഷൻ ലൈൻസിലും മാറ്റം വന്നിട്ടുണ്ട് അല്ലെ. ദെൻ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ നമ്മളിങ്ങനെ പ്ലേസ്മെന്റ് വരച്ചുണ്ടാക്കുമ്പോൾ ചിലപ്പോൾ ഒന്ന് അങ്ങോട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങോട്ടൊക്കെ ഇന്റർചേഞ്ച് ഒക്കെ ചെയ്യേണ്ടി വരും. അങ്ങനെ കിട്ടുന്ന ഡയഗ്രത്തെയാണ് ആക്ടിവിറ്റി റിലേഷൻഷിപ്പ് ഡയഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഞാൻ റഫായിട്ട് ഉണ്ടാക്കിയതാണ്. ഇനിയാണ് ഞാൻ സ്ഥലത്തെ പറ്റി ചിന്തിക്കുന്നത്. നമ്മുടെ ബ്ലോക്ക് ഡയഗ്രത്തിലേക്ക് ഒന്ന് തിരിച്ചു പോവാം. അപ്പൊ നമ്മളിതാ ഈ 3ാമത്തെ സ്റ്റെപ്പ് വരെ എത്തി. 3ാമത്തെ സ്റ്റെപ്പ് കഴിയുമ്പോഴേക്കും നമ്മളുടെ കയ്യിൽ ഒരു ആക്ടിവിറ്റി റിലേഷൻഷിപ്പ് ഡയഗ്രാം ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് എന്താ? സ്പേസ് റിക്വയർമെന്റും സ്പേസ് അവൈലബിലിറ്റിയും വെച്ചിട്ട് ഞാൻ ഇപ്പം ക്രിയേറ്റ് ചെയ്ത ഈ ഡയഗ്രാം ഓക്കെ ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഞാനിപ്പോ ഇവിടെ ഒരു ആക്ടിവിറ്റി റിലേഷൻഷിപ്പ് ഡയഗ്രാം ഇത്ര ഏരിയയിൽ വരച്ചു വെച്ചിട്ടുണ്ട്. ഇതാണ് ഞാൻ ഉണ്ടാക്കി വെച്ചേക്കുന്ന ആക്ടിവിറ്റി റിലേഷൻഷിപ്പ് ഡയഗ്രാം. ഇനി ഞാൻ എൻ്റെ കയ്യിലുള്ള സ്പേസിനെ പറ്റിയും അതേപോലെ എനിക്ക് വേണ്ടുന്ന റിക്വയർഡ് സ്പേസിനെ പറ്റിയൊക്കെ ഐഡിയ ഉണ്ടാക്കി ഞാൻ 6ാമത്തെ സ്റ്റെപ്പിൽ ഒരു സ്പേസ് റിലേഷൻഷിപ്പ് ഡയഗ്രാം കൂടി വരയ്ക്കുന്നുണ്ട്. ദാറ്റ് ഈസ് സ്പേസ് റിലേഷൻഷിപ്പ് ഡയഗ്രാം. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് ഇത്ര ഏരിയ ഉണ്ട് ഞാൻ വരച്ചത്. പക്ഷെ എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് വളരെ ചെറിയ ലെങ്ത് വൈസുള്ള സ്ഥലമാണ്, ഇങ്ങനെ നീളത്തിലുള്ള സ്ഥലം. അപ്പൊ ഇതിനുള്ളിൽ അതിനെ കൊള്ളിക്കണം. അതേപോലെ ഓരോ ഡിപ്പാർട്ട്മെന്റ്, നേരത്തെ നമ്മൾ ഇതിനകത്ത് ഓരോ ഡിപ്പാർട്ട്മെന്റിനും ഈക്വൽ സൈസ് സ്ക്വയർ ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ നോക്കുകയാണ് ഓഫീസിന് എത്ര ഏരിയ ആണ് വേണ്ടത്. പ്രൊഡക്ഷൻ ഏരിയ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഫാക്ടറിന്റെ അകത്ത് ഏറ്റവും കൂടുതൽ ഏരിയ വരേണ്ടത് പ്രൊഡക്ഷൻ ഏരിയക്കാണ്. പ്രൊഡക്ഷൻ റൂം ഉണ്ടെങ്കിൽ അതിൽ 60% ഏരിയ, ഒരു കമ്പനിയുടെ 60% ഏരിയയും പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ അലോക്കേറ്റ് ചെയ്യണം. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് ഒരിക്കലും സ്പേസുമായിട്ട് കമ്പയർ ചെയ്യാൻ കഴിയില്ല. കാരണം ഇതിനകത്തുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റും ഈക്വൽ സൈസ്ഡ് സ്ക്വയർ ആണ്. ഇനി നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെന്റിനും വേണ്ടുന്ന ഏരിയ എത്രയാണ് എന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ഒന്നുകൂടി മാറ്റി വരയ്ക്കും സ്പേസ് റിലേഷൻഷിപ്പ് ഡയഗ്രാം. സോ ഫസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് 1 എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ്, അതിന്റെ ഏരിയ അതിന് പ്രൊപ്പോർഷണൽ ആയിട്ട് ഞാനൊരു ബോക്സ് വരച്ചു. ദെൻ 10 നോക്കിയേ, ഇവിടെ ഏറ്റവും വലിയ ഏരിയ എടുത്തിട്ടുള്ളത് 10 എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ്. മേ ബി ഇതായിരിക്കും ഇവിടുത്തെ പ്രൊഡക്ഷൻ റൂം. ഇപ്പൊ പ്രൊഡക്ഷൻ റൂമിന് നല്ല സ്പേസ് വേണം. ദെൻ വളരെ ചെറിയ സ്പേസ് ഉള്ളത് ഇവിടെ ഇപ്പം നമ്പർ 6 ഡിപ്പാർട്ട്മെന്റ് നമ്പർ 6നും ഡിപ്പാർട്ട്മെന്റ് നമ്പർ 2നൊക്കെ
ചെറിയ സ്പേസേ ആവശ്യമുള്ളൂ. എന്താണ് ഡിപ്പാർട്ട്മെന്റ് അതിനനുസരിച്ച് അതിന്റെ സ്പേസ് റിലേഷൻ മാറും. അപ്പൊ നമുക്ക് വേണ്ടുന്ന ഡിപ്പാർട്ട്മെന്റിന്റെ സ്പേസും നമുക്ക് വേണ്ടുന്ന ഡിപ്പാർട്ട്മെന്റിന്റെ ആ ഒരു ഓറിയന്റേഷൻ ഒക്കെ വെച്ചിട്ട് നമ്മൾ നേരത്തെ വരച്ച ആ ഒരു ആക്ടിവിറ്റി റിലേഷൻഷിപ്പ് ഡയഗ്രത്തെ ഒന്നും കൂടി റീകൺസ്ട്രക്ട് ചെയ്യുന്നതിനെയാണ് സ്പേസ് റിലേഷൻഷിപ്പ് ഡയഗ്രം എന്ന് പറയുന്നത്. അപ്പൊ ഫൈനലി ഇതാണ് നമ്മളുടെ കമ്പനിയുടെ ലേ ഔട്ട് എന്ന് പറയുന്ന സാധനം. അപ്പൊ ഇനി ഇതാണ് നമ്മൾ നമ്മുടെ കമ്പനിയിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി പോവാം. നമ്മളെ സ്ഥലത്തിലേക്ക് ഈ ഒരു പ്ലാന് പ്രകാരം ഇപ്പം 1 എന്നുള്ളത് ഓഫീസ് ആണെങ്കിൽ ഓഫീസ് ഇവിടെ, ദെൻ 2 ഓഫീസിൽ നിന്നും ഇത്ര ഡിസ്റ്റൻസിൽ സെക്കൻഡ് റൂം, 3-ാമത്തെ റൂം, 4-ാമത്തെ റൂം, അങ്ങനെ ഈ റിലേഷൻഷിപ്പിന്റെ ബേസിൽ നമ്മൾ ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് മനസ്സിലാകുന്നത്, അവിടെ കുറച്ച് പ്രാക്ടിക്കൽ ലിമിറ്റേഷൻസ്. ഇത് 6-ാമത്തെ സ്റ്റെപ്പാണ് നമ്മളിപ്പോ കണ്ട സ്പേസ് റിലേഷൻഷിപ്പ് ഡയഗ്രാം. അപ്പൊ അതൊന്ന് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോഴാണ് അവിടെ കുറച്ച് പ്രാക്ടിക്കൽ ലിമിറ്റേഷൻസ് ഒക്കെ കാണുന്നത്. അപ്പൊ നമ്മൾ ഒന്നുകൂടി അതിനൊന്ന് മോഡിഫൈ ചെയ്യും, എന്നിട്ട് ഒരു പുതിയ ലേ ഔട്ട് ക്രിയേറ്റ് ചെയ്യും. ആ ലേ ഔട്ടിനെ നമ്മൾ എന്ത് ചെയ്യും, ഇവാലുവേറ്റ് ചെയ്ത് ഇംപ്ലിമെന്റ് ചെയ്യും. ദിസ് ഈസ് സിസ്റ്റമാറ്റിക് ലേ ഔട്ട് പ്ലാനിങ്. ക്ലിയർ ആണോ? ഇമ്പോർട്ടന്റ് ആണ്, എസ്എ ക്വസ്റ്റ്യൻ ആണ്, ഫസ്റ്റ് സീരീസിന്റെ എസ്എ ക്വസ്റ്റ്യൻ ആണ്, യൂണിവേഴ്സിറ്റി എക്സാമിന്റെ ഷുവർ ക്വസ്റ്റ്യൻ ആണ്. മേ ബി ഇതിനകത്തുനിന്ന് എസ്എ ആയിട്ടും ചോദിക്കാം, അതല്ലെങ്കിൽ ഇത് വാട്ട് യു മീൻ ബൈ സ്പേസ് റിലേഷൻഷിപ്പ് ഡയഗ്രാം ഓർ വാട്ട് യു മീൻ ബൈ ആക്ടിവിറ്റി റിലേഷൻഷിപ്പ് ചാർട്ട് ഓർ ഡയഗ്രാം, ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ ഇതാണ് സിസ്റ്റമാറ്റിക് ലേഔട്ട് പ്ലാനിങ്. ദെൻ ഇതൊക്കെ സിസ്റ്റമാറ്റിക് ലേഔട്ട് പ്ലാനിങ്ങിന്റെ കുറച്ച് സ്റ്റെപ്പാണ്. ഇതൊരു ആക്ടിവിറ്റി റിലേഷൻഷിപ്പ് ഏതോ ഒരു കമ്പനിയുടേതാണ്. ആക്ടിവിറ്റി റിലേഷൻഷിപ്പ് ഡയഗ്രാം തന്നിട്ടുണ്ട്, ഇവിടെ സ്പേസ് റിലേഷൻഷിപ്പ് ഡയഗ്രാം ഉണ്ട്, സോറി ആക്ടിവിറ്റി റിലേഷൻഷിപ്പ് ഡയഗ്രാം അല്ലെ മെറ്റീരിയൽ ഫ്ലോ ഡയഗ്രാം ഉണ്ട്. ഇതൊക്കെ വെച്ചിട്ട് ഒരു ആക്ടിവിറ്റി റിലേഷൻഷിപ്പ് സിസ്റ്റമാറ്റിക് ലേഔട്ട് പ്ലാനിങ് നമ്മൾ ചെയ്യേണ്ടുന്ന മെത്തേഡാണ് അവിടെ ഉള്ളത്. ഇനി ഈ ഇതൊക്കെ ഒന്ന് നോക്കാം. ഡിസ്കസ് ചെയ്തത് ഡിസൈൻ ഓഫ് ലേഔട്ട് ഓഫ് ഫാക്ടറീസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഒരു ഫാക്ടറിയുടെ ജനറൽ ലേഔട്ട് എങ്ങനെ ഉണ്ടാവുക എന്നുള്ളത്. ദെൻ ഓഫീസിന്റെ ലേഔട്ടിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്, സ്റ്റോറേജിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഒരു കമ്പനിയിലെ എംപ്ലോയീസിന് വേണ്ടുന്ന ഫെസിലിറ്റീസ് എന്തൊക്കെയാന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലേഔട്ട്, പ്രൊഡക്റ്റ് ലേഔട്ട്, പ്രോസസ് ലേഔട്ട് ആൻഡ് കോമ്പിനേഷൻ ലേഔട്ട് പറഞ്ഞിട്ടുണ്ട്. ദെൻ ഇപ്പൊ പറഞ്ഞത് സിസ്റ്റമാറ്റിക് ലേഔട്ട് പ്ലാനിങ് പറഞ്ഞു. ഇനിയുള്ളത് ഡിസൈൻ ഓഫ് അസംബ്ലി ലൈൻസ് ആൻഡ് ലൈൻ ബാലൻസിങ് മെത്തേഡ്സ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഒരു പ്രോബ്ലം പോലെ ചെയ്യേണ്ടതാണ്, അലോക്കേഷനും പരിപാടിയൊക്കെ. അപ്പം ഇത് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം.